നമ്മൾ സ്കൂളിലും കോളേജിലെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ അമ്മമാർ നമുക്ക് ഒരുപാട് പ്രാവശ്യം ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് തന്നിട്ടില്ലേ? ഒരുപാട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം. കോളേജ് കാലഘട്ടം ഫുള്ള് +1 +2 പിന്നെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് വരെയാണെന്ന് തോന്നുന്നു നമുക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുക. പിന്നെ 9, 10 അങ്ങനെ ഒരുപാട് വർഷം നമുക്ക് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹം ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ലഞ്ച് ബോക്സ് കൊടുത്തേക്കണമെങ്കിൽ അങ്ങനെ മക്കൾക്ക് ചോറൊന്നും കൊണ്ടുപോകേണ്ട, സ്കൂളിൽ അവർക്ക് ചോറുണ്ടല്ലോ. പിന്നെ ഇടയ്ക്ക് പ്രതിയായിട്ടിന് ഇടയ്ക്ക് പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകലുണ്ട്. അന്നേരം അതങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛനും അമ്മക്കും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാൻ തയ്യാറാക്കാം, എന്നിട്ട് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കിയതെന്നും അവർക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നതും ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാൻ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അമ്മേൻ്റെ ലഞ്ച് ബോക്സാണ് പാക്ക് ചെയ്യുന്നത്. അച്ഛൻ രാവിലെ പോയി. അപ്പോൾ അച്ഛന് കുറച്ച് കഴിയുമ്പം ചോറ് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയ്ക്ക് ഇതാ കുറച്ച് നല്ല ചൂട് റേഷനരി ചോറിട്ടു. അതിലേക്ക് നല്ല ചൂട് നത്തൽ ഫ്രൈ വെച്ചു. ഇത് കഴിക്കുമ്പോഴത്തേക്ക് എന്തായാലും തണുത്ത് പോവും. ഇപ്പം കൊടുക്കുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ വറവാവുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അമ്മക്ക് 10 മണിക്ക് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ മുട്ട റോസ്റ്റ് ബാക്കിയുണ്ടായി, അതിൻ്റെ അകത്തുനിന്ന് ഒരു മുട്ട മാത്രം എടുത്തിട്ട് അമ്മേരെ ചോറിൽ വെച്ചിട്ടുണ്ട്. ഇത് അമ്മ അറിയില്ല കേട്ടോ ഞാൻ വെച്ചത്. ഇന്ന് കഴിക്കുമ്പോഴാണ് അമ്മ അറിയുക. അങ്ങനെ അത് അടച്ചു വെച്ചു. പിന്നെ നമ്മളെ കറി എന്ന് പറഞ്ഞാൽ നല്ല ചൂട് സാമ്പാർ, നല്ല തേങ്ങ വറുത്തരച്ച് വെച്ച സാമ്പാറാണ് കേട്ടോ. എൻ്റെ സ്പെഷ്യൽ സാമ്പാറാണ്. പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ആക്കുമ്പോൾ എന്നോട് പറഞ്ഞു ആൻറ്റി ഇതിൻ്റെ റെസിപ്പി ഒന്ന് അമ്മക്കും പറഞ്ഞു കൊടുക്കണേന്ന്. ഇവിടെ കൂടുതലും നമ്മളെ പൊടിയിട്ട സാമ്പാറാണ് കേട്ടോ വെക്കുക. ഞാൻ പക്ഷേ വറുത്തരച്ച സാമ്പാർ തന്നെയാണ് വെക്കുക. അങ്ങനെ ഇതാ വറുത്തരച്ച സാമ്പാറും റെഡിയാക്കി. ഇപ്പം ഇത്രയേ ഉള്ളൂ അമ്മേൻ്റെ ലഞ്ച് ബോക്സിൽ. പിന്നെ അമ്മക്കിതാ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്ക് അതെല്ലാം എടുത്തിട്ട് അമ്മ പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ അച്ഛനും നല്ല ചൂടുള്ള ചോറിട്ടിട്ടുണ്ട്. കുറച്ച് ചോറ് മതിയെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛനൊരു മുട്ടയും കൂടി ആക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഒരു മുട്ടയല്ല 2 മുട്ട 2 മുട്ട എടുത്ത് ഓംലെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതുപോലെ ചൂട് നത്തൽ ഫ്രൈയും വെച്ച് കൊടുത്തു. കേബേജ് കുറവാക്കിയിട്ടുണ്ടായിന്, പക്ഷെ അച്ഛന് അത് ഇഷ്ടമല്ല. അച്ഛൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് വെച്ചിട്ടില്ല. പിന്നെ എന്താ നല്ല ചൂട് സാമ്പാർ. അത് ഞാൻ തണിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചത്. കാരണം വേറെ കുപ്പിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലോണം തണിച്ചിട്ടാണ് ഒഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അച്ഛൻ്റെ ലഞ്ച് ബോക്സും റെഡിയായി.